സഞ്ചാരികളുടെ പറുദീസയായിട്ടുള്ള വാഗമണ്ണിൽ വരുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഗ്രാമമാണ് പുള്ളിക്കാനം. പുള്ളിക്കാനം ഗ്രാമം കാണുന്നതിനോടൊപ്പം അവിടെ വന്നാൽ താമസിക്കാനുള്ള നല്ലൊരു പ്രോപ്പർട്ടി കൂടി നമുക്ക് പരിചയപ്പെടാം. 6.5 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ലേക്ക് വ്യൂ പാലസിൽ താമസിച്ചുകൊണ്ട് നമുക്ക് ഈ ഗ്രാമം കാണാം. വാഗമണ്ണിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പുള്ളിക്കാനം എന്ന ഗ്രാമത്തിലേക്ക് നിങ്ങൾക്ക്. അപ്പം വാഗമണ്ണിൻ്റെ തിക്കീന്ന് തിരക്കിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു ഗ്രാമം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പുള്ളിക്കാനത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ കാഴ്ചയും പുള്ളിക്കാനം ഗ്രാമത്തിൻ്റെ കാഴ്ചകളോട്ടും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ സ്വന്തം വാഗമണ്ണിലാട്ടോ. വാഗമണ്ണിൽ പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ പുള്ളിക്കാനം വരുമ്പോൾ കാണാൻ പറ്റിയ കുറേ നല്ല ലൊക്കേഷൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ അതാണ് കാണുന്നത്. പുള്ളിക്കാനത്തെ നിങ്ങൾ കാണാത്ത കുറച്ച് നല്ല വ്യൂ പോയിന്റുകളും പിന്നെ പുള്ളിക്കാനത്തിൻ്റെ ഈ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ എൻറ്റയർലി വിഷ്വൽസാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പുള്ളിക്കാനത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി കൂടി നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ലേക്ക് വ്യൂ പാലസ് എന്നാണ് പേര്. നമുക്ക് ഈ ഒരു ലേക്കില്ലേ, ഈ ലേക്കിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മുടെ ലേക്ക് വ്യൂ പാലസ്. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ ഒരു പുള്ളിക്കാനം ഗ്രാമം മൊത്തം നമുക്കത് കണ്ടാലോ. നിങ്ങൾ എന്താണ് പുള്ളിക്കാനത്ത് വന്നാൽ എങ്ങനെയാണ് പുള്ളിക്കാനം എന്നൊരു ഗ്രാമം ഉള്ളതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വാഗമണ്ണിൻ്റെ പച്ച പുതച്ച കാഴ്ചകളിലോട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ. നമ്മുടെ ലേക്ക് വ്യൂ പാലസിൻ്റെ അടുത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പുള്ളിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാഗമൺ ടൗണിലെത്താം. അപ്പോൾ വാഗമണ്ണിനെ തിക്കിന്നും തിരക്കിന്നൊക്കെ മാറിയാണ് നിങ്ങൾക്ക് താമസിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലേക്ക് വ്യൂ പാലസ് തിരഞ്ഞെടുക്കാം. നമ്മുടെ ലേക്ക് വ്യൂ പാലസാണ് തൊട്ട് മുന്നിൽ കാണുന്നത് കേട്ടോ. അതിൻ്റെ ചുറ്റും ഇങ്ങനെ മലനിരകളാണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ലേക്ക് വ്യൂ പാലസ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്ററാണ് ഈ വാഗമണ്ണ് പുള്ളിക്കാനം മലനിരകളിലെ ഹൈറ്റ്. കൊച്ചിയിൽ നിന്ന് 102 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് 32 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പുള്ളിക്കാനത്ത് എത്തിച്ചേരാം. വാഗമണ്ണിലെ പോലെ തന്നെ മൊട്ടക്കുന്നുകൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് പുള്ളിക്കാനം. പുള്ളിക്കാനത്തിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങൾ ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളയുന്ന സ്ഥലങ്ങളാണ്. കുറേ നല്ല വ്യൂ പോയിൻറ്റുകളുണ്ട്. നമ്മൾ വാഗമണ്ണിൽ കാഞ്ഞാറ് വഴി പോകുമ്പോൾ നമ്മൾ കയറാത്ത, അതായത് നമ്മളതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് നമ്മൾ പോകാത്തുള്ള കുറേ വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ വാഗമണ്ണിൻ്റെ കിഴക്കേ മലനിരകളിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വന്നു കേട്ടോ. ഈ കോട്ടയം ഇടുക്കി ജില്ലകളിലായിട്ടാണ് വാഗമണ്ണ് ഭൂരിഭാഗം സ്ഥലങ്ങളും വ്യാപിച്ച് കിടക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എൻട്രി ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ റൂമുകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഈ ഒരു ഏറ്റവും മുകളിലായിട്ട് മൊത്തം 4 റൂമാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് കണ്ടോ. നല്ല രീതിയിൽ ഒരു പ്രത്യേകിച്ച് എനിക്കൊരു ഒരു സ്ക്വയർ ടൈപ്പുള്ള റൂമാട്ടത്. ഇവിടെ നല്ല കട്ടനൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ നോക്കുമ്പോൾ തന്നെ കണ്ട ആ ഒരു നമ്മുടെ KSRTC ബസ് പോകണുണ്ടോ. നമ്മുടെ മുന്നിൽ ലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബാൽക്കണി ഇരുന്ന കാഴ്ചകളെ കാണാൻ വേണ്ടി നല്ല രസമാണ്. എനിക്ക് ഈ റൂമിൻ്റെ ഒരു അറേഞ്ച് ചെയ്തങ്ങനെ രീതി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഫർണിച്ചറൊന്നും ഇട്ടില്ല. അത്യാവശ്യം എന്താ പറഞ്ഞത്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫർണിച്ചർ സെറ്റിങ്സ് ഒക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഒരു TV ഒക്കെ ഉണ്ട്. കബോർഡാണെങ്കിലും ബാത്റൂമാണെങ്കിലും നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു രീതിയിലാണോ ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലാൻഡ്സ്കേപ്പ് വർക്കുകളൊക്കെ ചെയ്തു വരുന്നുള്ളൂ. ഫ്രണ്ടിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു കിഡ്സ് പ്ലേയിങ് ഏരിയ ഉണ്ട്. എന്തായാലും ഒരു 2-3 മാസം കൊണ്ട് ലാൻഡ്സ്കേപ്പിൻ്റെ പണികളെല്ലാം തന്നെ തീരും. ഇതിൻ്റെ പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ച് വരുമ്പം ഫുള്ള് പച്ച പുതച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പോഴുള്ള ആ മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ ഉറപ്പായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ പുള്ളിക്കാനം വരുവാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ പ്രോപ്പർട്ടി തന്നെയാണ് ഈ ലേക്ക് വ്യൂ പാലസ്. ബാക്കിയുള്ള പ്രോപ്പർട്ടിയുടെ കാഴ്ചയൊക്കെ നമുക്ക് വെയിലാവുന്നതിന് മുമ്പ് പുള്ളിക്കാനം ഗ്രാമം ഒന്ന് ഫുള്ള് കവർ ചെയ്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ പുള്ളിക്കാനത്തിൻ്റെ ഉള്ളിൽ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ഈ ഒരു ലേക്കിൻ്റെ അവിടെ നിന്നുള്ള പുള്ളിക്കാനം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ മൊത്തം ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ജീപ്പിനാണ് പോണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യില്ല. കാരണം വെച്ചാൽ ഒരുപാട് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഇവിടെ കൂടുതൽ ഓഫ് റോഡുകളാണ് ഉള്ളോട്ട് കയറി പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ നമുക്ക് അല്ല ജീപ്പ് അല്ലെങ്കിൽ കയറി പോകാം. നമ്മുടെ നോർമൽ കാറിലൊക്കെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പുള്ളിക്കാനത്തിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എൻ്റെർലി ഒന്ന് വിഷ്വലൈസ് ചെയ്യാം കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ പോകുന്നത് വണ്ടി ഇതാട്ടോ. ഈ ഒരു ജീപ്പിലാണ്. ചേട്ടൻ്റെ പേര് അനീഷ്. വാഗമൺ ഇവിടെ തന്നെ ഉള്ള ആളാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ. ശരി. ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ പുള്ളിക്കാനം വളവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കണ്ടോ.
നമ്മുടെ അങ്ങ് ദൂരെ നമുക്ക് ഇല്ലിക്കൽക്കല്ലൊക്കെ കാണാൻ പറ്റും. ആ ഇല്ലിക്കലിന് നേരെ ഓപ്പോസിറ്റുള്ള മലയിൽ നമ്മൾ പോകുന്നുണ്ടോ. നമ്മൾ അതിനു മുമ്പ് കാണുന്ന നമുക്കിവിടെ ജസ്റ്റിൻ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതായത് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ജീപ്പ് ഡ്രൈവറാണ് ആദ്യമായിട്ട് ഈ ഒരു മലയുടെ മേളിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ജസ്റ്റിൻ പോയിന്റ് പേര് വന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള മാർമല വാട്ടർഫോൾസ് വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ ഒരു മലയുടെ മേളിൽ നിന്നാലും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഒരു റൂട്ട് വരുമ്പോൾ അധികം ആൾക്കാർക്കും അറിയത്തില്ലാത്ത ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഒരു ജസ്റ്റിൻ പോയിന്റ് വ്യൂ പോയിന്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ കാഴ്ചയെന്ന് കാണാം. പുള്ളിക്കാനത്തുള്ള സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ കുരിശുമലയായിട്ടും ആളുകൾ ഈ ഒരു മല കയറാറുണ്ട്. എന്തായാലും കിട്ടില്ല വ്യൂ പോയിൻ്റ്, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മളിൻ്റെ മേളിൽ ഞാൻ ഇത്ര നാൾ ഈ വഴി പോയപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. എന്തായാലും നമ്മുടെ ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ ആ മലയ്ക്ക് മുകളിലോട്ട് ആൾക്കാർ കയറിക്കൊണ്ട് പോകണം കാണാം കേട്ടോ. അതിൻ്റെ വീൽപ്പാടൊക്കെ അവിടെ ഉണ്ട്. എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ് ഈ ഒരു മല. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള മലയാണ് നമ്മൾ ഇല്ലിക്കക്കൽ മല. നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് അടുത്ത് പോയിട്ട് ആ ഒരു കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റിൻ പോയിന്റ് എന്ന വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഞാൻ നമ്മുടെ കൂടെ വന്ന അനീഷുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മലയ്ക്ക് മുകളിലോട്ട് കയറുവാണ്. അപ്പോൾ ഈ ജസ്റ്റിൻ ഡ്രൈവർ ഇപ്പോൾ ഉണ്ടോ നിലവിൽ? ഉണ്ടോ? എന്തായാലും അപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ പുള്ളിയുടെ പേര് വന്നിട്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? നമ്മുടെ ഇല്ലിക്കക്കല്ലിൽ നിന്ന് അവിടെ നിന്നുള്ള വ്യൂസ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് അങ്ങനെ ഈ ജസ്റ്റിൻ വ്യൂ പോയിന്റിൽ അവിടെ എത്തി കേട്ടോ. ഇത് കിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ റിസ്ക് എപ്പോഴും വരുന്ന സഞ്ചാരികളായിട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ എൻ്റെ വാർണിംഗ് സിഗ്നലൊന്നുമില്ല, വാർണിംഗ് സൈനൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏതൊരു വ്യൂ പോയിന്റിൽ പോയാലും അവിടെ അധികം അഭ്യാസമൊന്നും കാണിക്കാതെ ജസ്റ്റ് വന്നിട്ട് കാഴ്ച കണ്ട് പോകാൻ ഏറ്റവും ഭംഗി കേട്ടോ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അപകടം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പ്രത്യേകം നിങ്ങൾ പറയുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് മാത്രം യാത്ര ചെയ്യുക, കാഴ്ചകൾ ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു മലയ്ക്ക് മേളിൽ നിന്ന് അവിടെ നോക്കിയാൽ കേട്ടോ, ഈരാറ്റുപേട്ട ടൗൺ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ വെല്ലിച്ചമലയിലെ കുരിശ് വരെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അത്ര നല്ലൊരു ക്ലിയർ വിഷ്വലാണ് ഇപ്പം. അപ്പം നമുക്കിത് ഇതിൻ്റെ തുമ്പറ്റ് തുടർന്ന് പോയത് ഇവിടം വരെ കുഴപ്പമില്ല കേട്ടോ. ഈ അപാരമായിട്ടുള്ള ചെരുവാണ് കേട്ടോ. അമ്പോ പൊളിയ നമുക്ക് കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ ആദ്യത്തെ വ്യൂ പോയിന്റ് കേട്ടോ. ഞാനിവിടെ ഇത്ര നാൾ വാഗമൺ വന്നാലും ഈ ഒരു സ്ഥലത്തോട്ട് പോയാലും ഞാൻ ഈ ഒരു വ്യൂ പോയിന്റ് കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് പുതിയ അറിവാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ അനീഷാണ് ഈ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി. വാഗമൺ മാത്രമല്ല, അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ സുന്ദരമാണ്. അപ്പോൾ നിങ്ങൾ വാഗമണ്ണിൻ്റെ ആ തിക്കിനും തിരക്കിനൊക്കെ മാറിയിട്ടൊന്ന് സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വഴി വരാം. അപ്പോൾ ഈ ഒരു ലേക്ക് വ്യൂ പാലസിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ഭാഗത്ത് നല്ല വെയിലാണെങ്കിലും അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് വീശുന്നതുകൊണ്ട് ചൂട് അനുഭവപ്പെടില്ല. മഴക്കാലത്തായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം ഇങ്ങനെ പച്ച പതച്ച കാഴ്ച കാണാമായിരുന്നു. കാണുന്ന മാർമല അരുവി കണ്ടോ, നമുക്ക് കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എത്ര അകലെ നിൽക്കുന്നുണ്ടോ, എത്ര അകലെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹിഡൻ ലൊക്കേഷൻസ് കാണണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ലേക്ക് വ്യൂ പാലസിൽ സ്റ്റേ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇറങ്ങി ജസ്റ്റ് താഴത്തോട്ട് വേണമെന്ന് പോകാം. കേട്ടോ, നമ്മളിപ്പോൾ ഇത് അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. നേരെ താഴത്ത് അഗാധമായിട്ടുള്ള കൊക്ക കേട്ടോ. ശരിക്കും നിങ്ങൾ വാഗമണിലെ ആ ഒരു നമ്മുടെ സൂസൈഡ് പോയിൻ്റൊക്കെ ഇല്ലേ, അത്രയും തന്നെ ആഴം കേട്ടോ. ഇവിടെ കിട്ടില്ലാണ്. അയ്യോ, ഇവിടെ നിന്ന് എന്നാ വലിയ കൊക്കയാണെന്നറിയാം കേട്ടോ. ഭയങ്കര ആഴാട്ടോ, ഒരു രക്ഷയില്ല. അയ്യോ അമ്പോ മതി. കൊക്കാന്നൊക്കെ വെച്ചാണല്ലോ നമ്മുടെ അന്തമാതിരി താഴെയുള്ള സ്ഥലം കേട്ടത്. കേട്ടോ, താഴത്തിങ്ങനെ കാട്ടുകോഴിയുടെ ശബ്ദമൊക്കെ കേട്ടോ ഇങ്ങനെ കരയുന്നത്. എന്തായാലും കിട്ടില്ല ആംബിയൻസ് ആട്ടോ. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് യാത്ര ചെയ്യാം. നമ്മൾ നേരെ പോകുന്ന ജോസഫൊക്കെ ഷൂട്ട് ചെയ്തില്ലേ ആ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ്, അതിന് നേരെ ഓപ്പോസിറ്റിലൊരു മലയാണിത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കഫേയാണ് റൈഡേഴ്സ് കഫേ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മുടെ ഇല്ലിക്കല്ലിലേക്ക് നേരെ ഓപ്പോസിറ്റ് വന്നെ ഒരു മലയാണിത്. കണ്ടോ, നേരെ മുന്നിൽ കാണുന്നതാണ് ഇല്ലിക്കല്ല്.
ശരിക്കും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാട്ടോ ഈ ഒരു മലയ്ക്ക് മുകളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ഒരു വഴിക്ക് നിങ്ങൾ വന്നാൽ തന്നെ കുറേ വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത് എല്ലാ വ്യൂ പോയിൻറ്റിലും നമ്മുടെ വാഗമണിലെ പോലെ തന്നെ സൂയിസൈഡ് പോയിൻ്റ് കാണാവുന്ന പോലെ തന്നെ വലിയ കൊക്കയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം എല്ലാവരും യാത്ര ചെയ്യുക. കാഴ്ചകളിലെ ഒരു പർദീസ് തന്നെയാണ് ഈ ഒരു മല. നിങ്ങൾ മഴക്കാലത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ഇതെല്ലാം വാഗമണിലെ മൊട്ടക്കുന്ന് പോലെ ഇങ്ങനെ പച്ച പുതച്ച് നിൽക്കുമായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. നമ്മുടെ പുറയിൽ കാണുന്നതാണ് വാഗമണ്ണും പുള്ളിക്കാനം റൂട്ട് കേട്ടോ. നമ്മുടെ ഇല്ലിക്കൽ മല, ഈ ഇല്ലിക്കൽ മലയുടെ ഓപ്പോസിറ്റ് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു മലയിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന ഓപ്പോസിറ്റുള്ള വലിയ മല കേട്ടോ. എന്ത് രസമല്ലേ. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും മലകളുള്ളൊരു സ്ഥലം ഇവിടെ അടുത്തെങ്കില്ല കേട്ടോ. ഈ ഒരു ഹെയർപിൻ വളവ് കയറി കഴിഞ്ഞാൽ പുള്ളിക്കാനത്തിൻ്റെ കാഴ്ചകൾ തുടങ്ങുകയായി. പിന്നെ പോകുന്ന വഴിക്ക് വാഗമണ് പോലെ തന്നെ മൊട്ടക്കുന്നും വ്യൂ പോയിൻറ്റുകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ നമുക്കിനി നേരെ പുള്ളിക്കാനം എസ്റ്റേറ്റിലോട്ട് പോകാം. ലേക്ക് വ്യൂ പാലസിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു എസ്റ്റേറ്റാണ് പുള്ളിക്കാനം എസ്റ്റേറ്റ്. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ അകത്തോടെ ഈ വണ്ടി പോകുന്നത്. തേയിലത്തോട്ടത്തിനകത്തോടി നമുക്ക് എത്ര സമയം യാത്ര ചെയ്താലും നമ്മൾ മടുക്കില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥലമാണ്. ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം ഫുള്ള് വലിയ കൊക്കയാണ്. ഇതുണ്ടോ, ഇതൊരു വറ്റാത്തൊരു കുളമാണ്. എത്ര വേനൽ വന്നാൽ ഈ ഒരു കുളം വറ്റില്ലെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സെൻറ്റ് തോമസ് ചർച്ചുള്ളത്. ഈ ഒരു തേയിലത്തോട്ടത്തിന് നടുക്കായിട്ട് പുള്ളിക്കാനം. ഞാൻ നിൽക്കുന്ന ഇതിൻ്റെ ഓണറായിട്ടുള്ള ജോജി വർക്കി സാറിനോടൊപ്പം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിൽ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഈ അതായത് നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിലും കുറച്ച് ഒരു 2 മാസം കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്? അനൂപേ, ഇത് നമ്മൾ ആക്ച്വലി തറവാട് ടൂറിസം, ഗോവ ബേസ്ഡ് ആയിട്ടുള്ള തറവാട് ടൂറിസത്തിന്റെ പുതിയ സംരംഭമാണ് വാഗമണിലെ ലേക്ക് വ്യൂ പാലസ് റിസോർട്ട്. നമുക്ക് ഗോവയിൽ ഓൾറെഡി 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ. അപ്പം മഴയുടെ ഇതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉദ്ദേശിച്ച സമയബന്ധമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇതൊരു 80 റൂമും 2 സ്വിമ്മിംഗ് പൂളും പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഫാം ടൂറിസവും കൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി പാക്കേജ്, അതായത് താമസിക്കാതെ തന്നെ നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന KSRTC-യുമായിട്ട് സഹകരിച്ചുകൊണ്ടും നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ജീപ്പ് സഫാരി, ഹോഴ്സ് റൈഡിങ്, പിന്നെ അല്ലാത്ത സിപ്പ് ലൈൻ പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകൾ. ഓക്കെ. ഒരുപാട് ഗസ്റ്റുകളൊക്കെ വെളിയിൽ നിന്നൊക്കെ വരുന്നല്ലേ, അപ്പൊ നമുക്ക് ഡ്രൈവർമാർക്കൊക്കെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ? അതാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചോദിച്ച വളരെ സന്തോഷം. എല്ലാ പ്രോപ്പർട്ടീസിലും നമ്മൾ കേരളത്തിൽ നമ്മൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവേഴ്സിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഓൾറെഡി ഡ്രൈവേഴ്സിന് അവർക്ക് താമസിക്കാനുള്ള റൂമും 4 വാഷ് ആൻഡ് ചേഞ്ച്, അതായത് ടോയ്ലറ്റ് ഫെസിലിറ്റിയോട് കൂടിയ റൂംസും അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഡ്രൈവേഴ്സ് വന്നാലും അവർക്ക് ഫ്രീ ഓഫ് ചാർജ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതെ അല്ലേ. അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തോട്ട് പോകുന്ന ഉറങ്ങാനൊക്കെ സൗകര്യം ഇല്ലാതെ വണ്ടിയിലൊക്കെ കിടന്നുറങ്ങുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. അപ്പൊ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഇവര് ഡ്രൈവർമാർക്ക് വേണ്ടി ചെയ്ത് വളരെ നല്ലൊരു കാര്യമായിട്ട് വന്നാലും. ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് ചെയ്തേക്കുന്ന പൂളല്ല ഇത്. അല്ലല്ല, ഇത് നമ്മള് റെഡിമെയ്ഡ് പൂള്, ഫൈബർ പൂളാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് തണുപ്പില്ല, ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. പക്ഷെ ഈ ഒരു തണുപ്പത്ത് നമുക്ക് ഇതിനകത്തോളം ചാടാം, നല്ലൊരു വാം ഫീലിംഗ് കിട്ടും കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഓട്ടോ ഹീറ്റഡും ആണ്, ഹീറ്റഡ് ആണ്. അതിന്റെ ആവശ്യം ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഡിസംബറിൽ പോലും ഫൈബർ പൂൾ ആയതുകൊണ്ട് നമുക്ക് വളരെ ഇതാണ്. 19 റൂം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ അവൈലബിൾ ആണ്. റെസ്റ്റോറന്റ് നമ്മള് ലിമിറ്റഡ് മെനു ആയിട്ട് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്തിൻ 3 months നമ്മുടെ 300 പാക്സ് കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറന്റും ഓപ്പറേഷനിലാണ് വരുമല്ലേ. ഒരു 30 പേർക്ക് മേളിലിരിക്കാൻ പറ്റിയൊരു ഡൈനിങ് ഏരിയ ഇപ്പം നിലവിലുണ്ട്. ഉടൻ തന്നെ അവർ റെസ്റ്റോറൻറ്റ് പണിയൊക്കെ പൂർത്തീകരിക്കുമ്പോൾ കുറേ സ്പേസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് വിത്ത് ഡൈനിങ് ഏരിയ വരുന്നതായിരിക്കും. ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള തറവാട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ തറവാടിനെ അങ്ങോട്ട് വന്നു കേട്ടോ. അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തെ പ്രൗഢി ഉണർത്തുന്ന രീതിയിൽ തന്നെ അവർ പണിതേക്കുന്ന കേട്ടോ. തറവാട് നിള കബനി എന്ന് 3 പേരിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രലായിട്ടുള്ള തറവാടിലോട്ട് തന്നെ കയറാം കേട്ടോ. അത്യാവശ്യം ഉണ്ടോ, ഇതിൻ്റെ തടികളെല്ലാം തന്നെ ഉണ്ടോ ഗോവണി ഓർമ്മ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ റൂമുണ്ട്, സെൻട്രൽ റൂമുണ്ട്, അവിടെ റൂമുണ്ട് കേട്ടോ. ഫുള്ള് തടികൾ കേട്ടോ. ഫുൾ അവിടുന്ന് ഇത് പാലായിന്ന് ആ ചേട്ടൻ പറഞ്ഞില്ലേ, പൊളിച്ച് അതേപടി ആ തടി കൊണ്ട് മൊത്തം ഇവർ ക്രിയേറ്റ് ചെയ്ത റൂമാട്ടോ. അടിപൊളി.
കൊള്ളാം എന്തായാലും. ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ടോയ്ലറ്റാണ്, വലിയ സ്പേസ്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ കബനി എന്ന് പറഞ്ഞ ഒരു റൂമാട്ടോ പേരുള്ളേ. ഇത് നല്ല സ്പേസ് ഉള്ള റൂമാട്ടോ, കണ്ടോ? കട്ടിലൊക്കെ ആണല്ലോ അത്യാവശ്യം നല്ല, ഈ തടി കൊണ്ടായത് തന്നെ ഇനി ഉള്ളോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വാഗമൺ അല്ലേ തന്നെ തണുപ്പാണ്, നമ്മുടെ പുള്ളിക്കാരൻ അല്ലേ തന്നെ തണുപ്പാണ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ എക്സ്ട്രാ തണുപ്പും കൂടെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ചെയറൊക്കെ ആണെങ്കിലും തന്നെ കണ്ടോ, ചൂരിലുകൊണ്ട് നിർമ്മിച്ചേക്കുന്ന ചെയറാട്ടോ. അതൊക്കെ ആണെങ്കിലും തന്നെ ശോഭയൊക്കെ ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ കൊള്ളാം. എന്തായാലും ആ ഒരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാട്ടോ, ആ ഒരു രീതിയിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. മൊത്തം തൂണൊക്കെ ആയിട്ട് അവിടുന്ന് പൊളിച്ചു മാറ്റി ഇവിടെ അതേപോലെ തന്നെ അതിൻ്റെ തനിമ തോരാതെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഈ തൂണുകളുണ്ടോ, 1 2 3 4 5 6 7 8 തൂണുണ്ടോ, 9 തൂണുണ്ട് കേട്ടോ മൊത്തം അവിടെ. ഇതുപോലുള്ള ഈ തറവാടുകൾ, അതായത് പഴയ തറവാടൊക്കെ അതിൻ്റെ തനിമ ചോരാതെ തന്നെ നിലനിർത്തിക്കൊണ്ട് പണിയാൻ കാണിച്ച് ചേട്ടൻ്റെ ഒരു മനസ്സ്, അത് നമ്മൾ എന്നാ പറഞ്ഞ കൈ അടിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തറവാടിൻ്റെ ഉൾവശം ഒന്ന് കയറി കാണാം കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റ് തറവാട് പോലെയല്ല കേട്ടോ, കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ സന്ധ്യയായി കേട്ടോ. ഇരുട്ടി തുടങ്ങിയാൽ പിന്നെ ഇവിടെ വേറൊരു കാലാവസ്ഥയാണ്. ഒരു 6 മണിക്ക് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ജാക്കറ്റൊക്കെ കൊണ്ടുവന്ന് ജാക്കറ്റൊക്കെ ഇടേണ്ടി വരും കേട്ടോ. എന്നാലും നമ്മുടെ ഈ ഒരു റിസോർട്ടുകാർ തന്നെ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ചില്ലടിച്ച് ചിക്കനൊക്കെ ഒന്ന് ആ ഒരു തണുപ്പത്തിരുന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്താലോ. അവിടെ നമ്മുടെ ഇതൊക്കെ റെഡിയാക്കും കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ മസ്റ്റ് കേട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ഇതുപോലുള്ള ക്യാമ്പ് ഫയറിൽ ബാർബിക്യൂ ഒക്കെ ചുട്ട് എല്ലാം കഴിച്ചാൽ നല്ല സെറ്റായിരിക്കും അല്ലേ. എല്ലാവർക്കും ഈ ഒരു ലേക്ക് റിസോർട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ പുള്ളിക്കാരൻ വരുവാണെങ്കിൽ ഈ വാഗമണ്ണിൻ്റെ തിക്കിയും തിരക്കിന്നൊക്കെ മാറി താമസിക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരിക. ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.